പോലീസ് തലപ്പത്ത് വീണ്ടും മാറ്റം. ആർ വിശ്വനാഥിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി. ചൈത്ര തെരേസ ജോൺ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. അഞ്ജലി ഭാവന വനിതാ സായുധ ബറ്റാലിയൻ കമാൻഡന്റ്. ഗോപാൽ ഷീല സനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, എന്തൊക്കെ മാറ്റങ്ങൾ ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണോ? അതെ മാധു, പ്രധാനമായും ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ മാറ്റം തന്നെയാണ് ഈ പട്ടികയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവിക സ്ഥലമാറ്റം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലായി DIGമാരുടെയും ADGPമാരുടെയും അടക്കം സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിമാരുടെയും സ്ഥലം മാറ്റങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നും അത് സംബന്ധിച്ച പുതിയ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തുണ്ടായിരുന്ന ആർ വിശ്വനാഥിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ചൈത്ര തെരേസ ജോൺ ആണ് ഇനി മുതൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുക. അഞ്ജലി ഭാവനയെ വനിതാ സായുധ ബറ്റാലിയൻ കമാൻഡന്റായിട്ടും CS ഷാഹുൽ ഹമീദിനെ സായുധ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റായിട്ടും നിയമിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറൈൻ എൻഫോഴ്സ്മെന്റ് SP എന്നൊരു പോസ്റ്റ് നേരത്തെ പുതിയതായി ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ആ SP ആയിട്ട് നസീമിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ അവിടെ കൂടുതൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതും ആ പോസ്റ്റിലേക്ക് പുതിയ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. P വിക്രമനായിരിക്കും ദക്ഷിണ മേഖല ട്രാഫിക്കിന്റെ SP-യുടെ ചുമതല നൽകുക. വിശ്വനാഥിനെ, അതായത് മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തുണ്ടായിരുന്ന വിശ്വനാഥ് ഇനി മുതൽ ടെക്നിക്കൽ ഇന്റലിജൻസിന്റെ SP ആയിട്ടാകും ചുമതല വഹിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം മെയ് പകുതിയോടുകൂടി തന്നെ ഈ സ്ഥലം മാറ്റങ്ങളൊക്കെ നടത്തി പൂർത്തിയാക്കുന്ന തരത്തിലേക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മാധു അറിയാൻ സാധിക്കുന്നത്. ശരി, മലപ്പുറം ജില്ലാ കളക്ടറെയും ഇന്ന് മാറ്റിയ ദിവസമാണ്. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്.